إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഷിർക്കിലേക്ക് ആളുകൾ എത്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ബറക്കത്തെടുക്കുക എന്ന പേരിൽ ആളുകൾ കാട്ടിക്കൂട്ടുന്ന പല അബദ്ധങ്ങൾ. ഇന്ന സ്ഥലത്ത് പോയാൽ ഒരു ബറക്കത്തുണ്ടാകും, ഇന്ന കാര്യം വാങ്ങിക്കഴിച്ചാൽ വാങ്ങിക്കുടിച്ചാൽ അതല്ലെങ്കിൽ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ചാൽ തൻ്റെ ശരീരത്തിനും വീട്ടിനുമൊക്കെ ബറക്കത്തുണ്ടാകുമെന്നുള്ള വിശ്വാസങ്ങളാണ് പലപ്പോഴും ആളുകളെ ശിർക്കിലേക്ക് എത്തിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ജനങ്ങളുടെ അറിവില്ലായ്മ, തബറുക്കിൻ്റെ പേരിൽ ചൂഷണം ചെയ്യുക എന്നുള്ളത് എമ്പാടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ജനങ്ങളുടെ ദീനും സമ്പത്തുമെല്ലാം തന്നെ തബറുക്കിൻ്റെ പേരിൽ കൊള്ളയടിക്കപ്പെടുന്നതും പതിവായിട്ടുള്ള കാര്യമാണ്. നാം ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയാൽ സഹോദരങ്ങളെ, ശരിയായ തബറുക്കിനെ മനസ്സിലാക്കാത്ത ആളുകൾ അവിടെ കാണുന്ന വസ്തുക്കളൊക്കെ ചുംബിക്കുകയോ അല്ലെങ്കിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുവരികയോ ഒക്കെ ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ബറക്കത്തുണ്ട്, പുണ്യമുണ്ട്, വലിയ ഖൈർ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന തെറ്റായ വിശ്വാസത്തിൽ നിന്നാണ്. മഹാനായ നജ്മുദ്ദീൻ അത്തൂഫി ഹിജ്റ 716 മരിച്ച മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നത് കാണാൻ സാധിക്കും, അന്ന അസ്ല ഇബാദത്തിൽ അസ്നാമി ഇൻദൽ ജാഹിലിയ്യ ഹുവ തബറുകു ബിഹിജാറത്തിൽ ഹറം. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ അവർ ബിംബാരാധന നടത്താനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഹുവ തബറുകു ബിഹിജാറത്തിൽ ഹറം. ഹറമിലുള്ള ചില കല്ലുകൾക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കും, അതിൽ ബറക്കത്തെടുക്കണം എന്ന വിശ്വാസത്തിൽ നിന്നാണ് അവർ പിന്നീട് ആ കല്ലുകളെ തന്നെ ആരാധിക്കുക എന്ന് പറയുന്ന കൊടിയ ഷിർക്കിലേക്ക് പോയതെന്ന് ഇമാം അത്തൂഫി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അൽ ഇന്തിസാറാത്തുൽ ഇസ്ലാമിയ ഫി കശ്ഫി ശുബഹിൻ നസ്റാനിയ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം പറയുന്നത് കാണാം, വശ്ശിർകു ഫി ബനി ആദം അക്സറുഹു അൻ-നസ്ലൈൻ. മുഴുവൻ മനുഷ്യരിലും ഷിർക്ക് പ്രധാനമായി ഉടലെടുത്തിട്ടുള്ളത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. അവലുഹുമ, അതിലൊന്നാമത്തേത് തഅലീമു ഖുബൂരി സാലിഹീൻ വ തസ്വീറു തമാസീലിഹിം ലിത്തബറുകി ബിഹാ. അവർ സ്വാലിഹീങ്ങളുടെ ഖബറിനെ പ്രത്യേകമായി ആദരിക്കുകയും അവരെ ഓർക്കുന്നതിന് വേണ്ടി അവരുടെ ചിത്രങ്ങൾ കൊത്തിയുണ്ടാക്കുകയും അങ്ങനെ അതിൽ നിന്നും ബറക്കത്ത് പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. വഹാദ അവ്വലുൽ അസ്ബാബിൽ ലത്തി ബിഹാ ഇബ്തദഅൽ ആദമിയൂന അശ്ശിർക്ക്. മനുഷ്യർ ഷിർക്ക് ആരംഭിക്കാൻ, ഷിർക്കിലേക്ക് ചെന്നെത്താനുണ്ടായിരുന്ന ഒന്നാമത്തെ കാരണം ഈ പറയുന്ന വിഗ്രഹാരാധനയും അതുപോലെ അതിൽ നിന്നും കിട്ടുന്ന ബറക്കത്തുകളുമാണ്. ആ വിഗ്രഹത്തിന്റെ അടുത്ത് പോയി നിന്നാൽ, ആ ആളുകളുടെ അടുക്കലേക്ക് പോയി നിന്നാൽ നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഖൈർ ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് പിന്നീട് ആ വിഗ്രഹങ്ങളെ തന്നെ ആരാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അദ്ദേഹം പറയുന്നു, അസ്സാനി ഇബാദത്തുൽ കവാക്കിബ്, നക്ഷത്രങ്ങളെ ആരാധിക്കുക എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായിരുന്ന ഷിർക്കിന്റെ രൂപം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തബറുക്ക് എന്ന് പറയുന്ന ഈ വിഷയത്തെക്കുറിച്ച്
ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബറക്കത്ത് എടുക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിന്റെ ശരിയും തെറ്റും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. കാരണം ബറക്കത്ത് എടുക്കുക എന്നുള്ള പേരിൽ നാം ഈ കണ്ടതുപോലെ കൊടിയ ഷിർക്കിലേക്കും പതിയെ ദീനുൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളിലേക്കുമാണ് ഒരാൾ ചെന്നെത്തുക എന്നുള്ളതാണ്. എന്താണ് തബറുക്ക് എന്ന് പറഞ്ഞാൽ? ത്വലബ് ഹുസൂലിൽ ബറക, ബറക്കത്ത് അത് പ്രതീക്ഷിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തെ സമീപിക്കുക എന്നുള്ളതാണ്. ഒരാൾ തന്റെ സമ്പത്തിനോ സന്താനത്തിലോ ആരോഗ്യത്തിലോ അല്ലെങ്കിൽ ആയുസ്സിലുമൊക്കെ ബറക്കത്തുണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ചില കാര്യങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് അത്തബറുക്ക് എന്ന് പറയുന്നത്. തബറുക്കിന്റെ അടിസ്ഥാനം അതിൽ ദീനിൽ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. ചില പ്രത്യേക വസ്തുക്കൾക്കും ചില പ്രത്യേക സ്ഥലങ്ങൾക്കും ചില പ്രത്യേക സമയങ്ങൾക്കും ചില പ്രത്യേക മാസങ്ങൾക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയുന്നു ബറക്കത്ത് വ്യത്യസ്ത ഇനങ്ങളുണ്ട്. ഒന്നാമതായി എണ്ണിയത് ബറക്കത്തുൻ ശർഇയ്യ, ശരീഅത്തിലൂടെ കിട്ടുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ബറക്കത്താണ്. അതിൽപ്പെട്ടതാണ് സൽക്കർമ്മങ്ങൾ കൊണ്ട് ലഭിക്കുന്ന ബറക്കത്ത് എന്നുള്ളത്. ഒരാൾ നിസ്കരിക്കുന്നതിലൂടെ, 5 നേരം നിസ്കരിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ബറക്കത്ത് നൽകുന്നതാണ്. അതിനു പുറമെ സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാകുന്നതാണ്, ബറക്കത്ത് നൽകുന്നതായിരിക്കും. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ സ്ഥായിയായി നിലനിൽക്കുക, അതിൽ വർധനവുണ്ടാകുക, ഇതെല്ലാം ബറക്കത്തിന്റെ അടയാളങ്ങളാണ്. അവന് ചെലവ് കുറവായിരിക്കും, പ്രയാസ ബുദ്ധിമുട്ടുകളൊക്കെ കുറവായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ്. സകാത്ത് കൊടുക്കുക വഴി ഒരുവന്റെ സമ്പത്തിൽ ബറക്കത്തുണ്ടായിരിക്കുന്നതാണ്. നോമ്പെടുക്കുകയും ഹജ്ജ് ചെയ്യുകയും ചെയ്യുക വഴി ഒരാൾക്ക് ജീവിതത്തിൽ ബറക്കത്തുണ്ടായിരിക്കുന്നതാണ്. ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ സമയത്തിലും ആരോഗ്യത്തിലുമൊക്കെ ബറക്കത്ത് ഉണ്ടായിരിക്കുന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല ചില പ്രത്യേക സ്ഥലങ്ങൾക്കും ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹറമിൽ, മക്കയിൽ പോയി മസ്ജിദുൽ ഹറമിൽ ഒരാൾ നിസ്കരിച്ചാൽ, 2 റക്അത്ത് നിസ്കരിച്ചാൽ മറ്റേവിടെ നിസ്കരിച്ചതിനേക്കാളും 1,00,000 ഇരട്ടി പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. ആ മസ്ജിദിന്റെ ബറക്കത്താണ്. മസ്ജിദുൻ നബവിയിൽ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് 1000 ഇരട്ടി പ്രതിഫലമായിരിക്കും ലഭിക്കുക. ഇങ്ങനെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശരീഅത്തിലൂടെ, ശരീഅത്തിന്റെ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിലൂടെ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞത് ബറക്കത്തുൻ ദുന്യവിയ്യ, ദുന്യവിയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ചില കാരണങ്ങൾക്ക് ബറക്കത്തുണ്ട്. അതിൽപ്പെട്ടതാണ് മഴ എന്ന് പറയുന്ന കാര്യം. മഴ ബറക്കത്തുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുബാറക്കായി ആകാശത്തു നിന്നും അല്ലാഹു തആല പെയ്തിറക്കിയിട്ടുള്ളതാണ് മഴ എന്ന് പറയുന്നത്. മഴയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സസ്യലതാദികളെ മുളപ്പിക്കുന്നു, വറ്റി വരണ്ട ഭൂമിയെ ജീവിപ്പിക്കുന്നു. മനുഷ്യർക്ക് വേണ്ട കായികനികളും മറ്റുമെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നൽകുന്നത് മഴയിലൂടെയാണ്. ആ മഴയിൽ ബറക്കത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഈ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതാണ് ചിലതിന് ബറക്കത്തുൻ ദാത്തിയ എന്ന് പറയും. ചില പ്രത്യേക വസ്തുക്കൾക്ക് തന്നെ ബറക്കത്തുണ്ടായിരിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിന് തന്നെ ബറക്കത്തുണ്ട് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് ബറക്കത്തുണ്ട്, അവിടുത്തെ ശരീരഭാഗങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്ന് കാണാം. അവിടുത്തെ ഉമിനീരിന് പോലും അവിടുത്തെ മുടിക്ക് പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾക്കും ബറക്കത്തുണ്ട് എന്നുള്ളതാണ്. ഇതെല്ലാം ശരീഅത്തിൽ അനുവദിക്കപ്പെട്ട നിശ്ചയിക്കപ്പെട്ട കാര്യങ്ങളിൽ തന്നെയാണ് എന്ന് സഹോദരങ്ങളെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കണം. ബറക്കത്തിനെ നിഷേധിക്കുവാൻ പാടുള്ളതല്ല. ദീനിൽ സ്ഥിരപ്പെട്ട ബറക്കത്തുകളെ അതേപോലെ സ്വീകരിക്കുക എന്നുള്ളത് നമുക്ക് അനിവാര്യമായ കാര്യമാണ്. എന്നാൽ സഹോദരങ്ങളെ, ബറക്കത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബറക്കത്ത് നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ഏതൊരു വസ്തുവിനും അതിന് ബറക്കത്ത് ഉണ്ടാകുക അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ബറക്കത്ത് നൽകിയാലാണ്. നോക്കൂ, അഫ്ദലുൽ ഖൽഖായ, സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബറക്കത്തിന് വേണ്ടി നാം ദിനേന നമ്മുടെ നിസ്കാരങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമുക്ക് ബറക്കത്ത് നൽകാൻ സാധിക്കുകയില്ല. നാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്, അല്ലാഹുവേ മുഹമ്മദിനും അവിടുത്തെ കുടുംബത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം നീ ബറക്കത്ത് നൽകണമേ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ബറക്കത്ത് നൽകാൻ കഴിവുള്ളവൻ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായി ബറക്കത്ത് നൽകാൻ സാധിക്കില്ലെങ്കിൽ സഹോദരങ്ങളെ, ലോകത്തുള്ള ഒരു മനുഷ്യനോ ജിന്നിനോ ബറക്കത്ത് നൽകാൻ സാധിക്കുകയില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ ബറക്കത്ത് അതുമായി ബന്ധപ്പെട്ട്
വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത് അൽ ബറകത്തു ലാ തുസ്ബതു ഇല്ലാ ലിമൻ അസ്ബത അല്ലാഹു സുബ്ഹാനഹു വ തആല ലഹുൽ ബറക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനാണോ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ളത് അതിനു മാത്രമേ ബറക്കത്ത് ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു നിശ്ചയിച്ച ചില സ്ഥലങ്ങൾ, അല്ലാഹു നിശ്ചയിച്ച ചില സമയങ്ങൾ, അല്ലാഹു നിശ്ചയിച്ച വ്യക്തിത്വം, ഇതിനല്ലാതെ നമുക്ക് ഓരോരുത്തർക്കും തോന്നിയ രൂപത്തിൽ ഇന്നതിന് ബറക്കത്തുണ്ട്, ഇന്നതിന് ബറക്കത്തുണ്ട്, അതിൽ നിന്നും ബറക്കത്ത് ലഭിക്കും എന്ന് പറയാവതല്ല. ഒരാൾക്ക് അയാളുടെ സ്വപ്നത്തിലോ അല്ലെങ്കിൽ അയാളുടെ ഗവേഷണങ്ങളോ കൊണ്ട് ഇന്ന കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ബറക്കത്തുണ്ടാകും എന്ന് വെറുതെ പറയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ബറക്കത്ത് അത് നിശ്ചയിക്കേണ്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. രണ്ടാമത്തെ കാര്യം അൽ ബറകത്തു ലാ തുത്ലബു ഇല്ലാ മിനല്ലാഹ്. ആ ബറക്കത്ത് അല്ലാഹുവിനോടല്ലാതെ മറ്റൊരാളോടും നമ്മൾ ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആരെങ്കിലും ഖബറിങ്കൽ പോയി അവിടെയുള്ള മഹാന്മാരോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയും ചെയ്യുക വഴി അങ്ങനെ അല്ലാഹുവിങ്കിൽ നിന്നും ബറക്കത്ത് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന ശിർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ ഇത്തരം ഖബറിങ്കലേക്ക്, വിഗ്രഹങ്ങളിലേക്ക്, മരിച്ചുപോയ മഹാന്മാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു. പോകുന്നതിന്റെ കാരണമായി പറഞ്ഞത് മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. നമ്മൾ അവരോട് പോയി ഇബാദത്ത് ചെയ്യുന്നത്, അവർക്ക് വേണ്ടി അറിവ് നടത്തുന്നത്, പ്രാർത്ഥിക്കുന്നത്, സഹായം തേടുന്നത്, ഇതെല്ലാം ഇബാദത്തിൽ പെടുന്ന കാര്യമാണ്. ഇല്ല ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. ഇവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നതായിരിക്കും. അങ്ങനെ ബറക്കത്ത് പ്രതീക്ഷിച്ച ആളുകളുണ്ട്. ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും ഒക്കെ ഖബറിങ്കൽ പോയിക്കൊണ്ട് അവർ മരിച്ചു മറമാടിയിട്ടുള്ള ആ വിഗ്രഹങ്ങൾ, അവർ ഓർക്കുന്നതിന് വേണ്ടി നാട്ടപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അവർ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ഈ രൂപത്തിൽ ഇബാദത്തുകൾ അർപ്പിക്കുമായിരുന്നു, അള്ളാഹുലേക്ക് സാമീപ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ബറക്കത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാര്യത്തിന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനോട് മാത്രമേ ബറക്കത്ത് ചോദിക്കാൻ പാടുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കണം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്ത കാര്യങ്ങൾക്ക് ബറക്കത്തുണ്ട് എന്നൊരാൾ വിശ്വസിക്കുകയും അതിൽ ബറക്കത്ത് തേടുകയും ചെയ്താൽ അത് ശിർക്കുൻ അസ്ഗറ, കടുത്ത പാപം തന്നെയാണ്. ഉദാഹരണത്തിന് ഒരാൾ ചിന്തിക്കുകയാണ്, ഇന്ന് ഖബറിങ്കൽ പോയി, അരട്ടക്ക പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് തരുന്ന എന്തെങ്കിലുമൊക്കെ വെള്ളം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചരട്, അങ്ങനെ ആ ഖബറിങ്കൽ പോയി അവിടെ കത്തിച്ചു വെച്ചിട്ടുള്ള സാമ്പ്രാണിത്തിരിയുടെ പൊടി, അതല്ലെങ്കിൽ ആ നിലക്ക് സഹോദരങ്ങളെ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ദർഗകളിൽ പോയി അവിടെ എന്തെങ്കിലുമൊക്കെ കെട്ടിത്തൂക്കിയാൽ ആ വസ്തുക്കൾക്ക് ബറക്കത്തുണ്ടാകും എന്ന രൂപത്തിൽ ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് ശിർക്കുൻ അസ്ഗറാൻ. ദീനിൽ നിന്ന് ഒരാൾ പുറത്തു പോകുന്നില്ല. കാരണം ഇവിടെ അവൻ പ്രതീക്ഷിക്കുന്നത് അള്ളാഹു ബറക്കത്ത് നൽകുമെന്ന് തന്നെയാണ്. ഇനി അതല്ല, ഖബറാളിയാണ് ബറക്കത്ത് നൽകുന്നത് എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ ദീനിൽ നിന്നും പുറത്തു പോകുന്ന കാര്യമാണ്. 3 പറ്റുമയുടെ അടുക്കലേക്ക് പോയി അവിടെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവച്ചാൽ ആ 3 പറ്റുമക്ക് എനിക്ക് കുട്ടിയെ തരാൻ സാധിക്കുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ ദീനുൽ ഇസ്ലാമിൽ നിന്നും അവൻ പുറത്തു പോകുകയാണ്. എന്നാൽ ഒരാൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അവിടെ പോയിക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകും. അവരോട് പ്രാർത്ഥിക്കുകയോ സഹായം തേടുകയോ ഒന്നും ചെയ്യുന്നില്ല. അവിടെ പോയി ചില കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവരികയാണ്. ആ ഖബറിന്മേൽ വിരിച്ചിട്ടുള്ള പച്ച തുണി എടുത്തുകൊണ്ടുവരുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ആ ഖബറിനോട് അടുത്തുള്ള മണ്ണോ പൊടിയോ എന്താണോ ഒക്കെ കിട്ടുന്നത് അതൊക്കെ ഒരാൾ വാരിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അത് വെള്ളത്തിൽ കലക്കി കുടിക്കുകയോ അതല്ലെങ്കിൽ ആ നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഒരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് ദീനിൽ നിന്നും പുറത്തു പോകുകയില്ല. കാരണം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഈ മഹാനോട് ചോദിക്കുകയോ മഹാനോട് പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിക്കുകയാണ്. അല്ലാഹു നിശ്ചയിക്കാത്ത കാരണങ്ങൾ ഒരാൾ നിശ്ചയിക്കുക വഴി അവൻ ശിർക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതേപോലെയല്ല സഹോദരങ്ങളെ, മാണിയൂരിൽ ഈ പറയുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അവിടെയുള്ള വെള്ളം കുടിക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും. ആ വെള്ളം കുടിക്കുക വഴി തങ്ങളുടെ രോഗം മാറും, ഐശ്വര്യമുണ്ടാകും, ദീർഘായുസുണ്ടാകും. ഈ രൂപത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങളാണ് ഇത് പെടുന്നത്. ഈ മാണിയൂർ ഉസ്താദിന് അയാൾക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാനും അയാൾക്ക് നമുക്ക് സംഭവിച്ചേക്കാവുന്ന പ്രയാസങ്ങൾ നീക്കിത്തരാൻ സാധിക്കുമെന്നോ അല്ലെങ്കിൽ ഉപദ്രവങ്ങളെ തട്ടിമാറ്റാൻ സാധിക്കുമെന്നോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണങ്ങളൊക്കെ പെട്ടെന്ന് നടത്തിത്തരാൻ സാധിക്കുമെന്നോ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയാൾ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കാരണം ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ നടത്തിത്തരാൻ സാധിക്കുകയില്ല. എന്നാൽ ഒരാൾ ഈ വെള്ളം കുടിക്കുക എന്നുള്ളത് അള്ളാഹു എനിക്ക് ദീനിൽ നിശ്ചയിച്ച നല്ല കാര്യമാണ്. നല്ലവരായ ആളുകളുടെ അടുക്കലേക്ക് പോയി ഇയാൾ നല്ലവനല്ല, അതല്ല ഈ പറഞ്ഞു വരുന്നത്. പക്ഷേ അങ്ങനെ ഒരാൾ ചിന്തിക്കുകയാണ്. സാധുക്കൾ അങ്ങനെയാണല്ലോ കരുതുന്നത്.
സാഹിറന്മാരെ പോലും ഔലിയാക്കളായി കാണുന്ന സാധുക്കൾ നല്ല മനുഷ്യനാണെന്ന് വിചാരിച്ച് അയാളുടെ കൈ കൊണ്ട് തരുന്ന അല്ലെങ്കിൽ അയാളുടെ കിണറ്റിൽ നിന്നും കുടിക്കുന്ന വെള്ളത്തിന് എന്തെങ്കിലുമൊക്കെ പുണ്യമുണ്ട്, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് എന്റെ പ്രയാസം നീക്കിത്തരും എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അതെല്ലാം ദീൻ വിലക്കിയിട്ടുള്ള കാര്യമാണ്. ഇതൊന്നും തബറുക്കല്ല. മറിച്ച് ദീൻ അനുവദിച്ചിട്ടുള്ള തബറുക്ക് എന്താണ്? അത്തബറുക്കുൽ മശ്റൂ, ദീനിൽ ശരീഅത്തിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള തബറുക്ക് എന്താണ്? സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നു, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ ബറക്കത്തുണ്ട് എന്ന് അറിയിച്ച കാര്യത്തിൽ മാത്രമേ തബറുക്ക് ബറക്കത്ത് എടുക്കുക എന്നുള്ള കാര്യം നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. രണ്ട്, പറഞ്ഞതുപോലെ ചെയ്യേണ്ടതുണ്ട്. അഥവാ ഒരു കാര്യത്തിന് ബറക്കത്തുണ്ട് എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെയും നമുക്ക് തോന്നിയതുപോലെ അതിൽ ബറക്കത്ത് എടുക്കുക എന്നുള്ളതല്ല. ഉദാഹരണത്തിന് സഹോദരങ്ങളെ, മദീനയിൽ ബറക്കത്തുള്ള കാര്യമാണ്. മദീനയിൽ ഒരാൾ താമസിക്കുക എന്നുള്ളതിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുദ്ദിനും സായിനും ഒക്കെ, തൂക്കത്തിനും അളവിനുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക്, അവിടെ ക്രയവിക്രയങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് ബറക്കത്തുണ്ടാകുമെന്നാണ്. മദീനയിൽ പോയി ഒരാൾ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതിൽ ബറക്കത്തുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കാത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തരാത്ത രൂപത്തിൽ ഒരാൾ മദീനയിലേക്ക് പോയിക്കൊണ്ട് അവിടെയുള്ള മണ്ണ് വാരിക്കൊണ്ടുവന്നാലും, ഉഹുദ് മലയിലേക്ക് പോയിക്കൊണ്ട് ആ ഉഹുദ് മല വലിയ ധീരമായ കുറെ കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഉഹുദ് മലയാണെന്നും ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ഉഹുദ് ഞങ്ങളെയും ഇഷ്ടപ്പെടുന്നു, ഞങ്ങൾ ഉഹുദിനെയും ഇഷ്ടപ്പെടുന്നു എന്ന ഹദീസൊക്കെ ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിൽ, സ്വഹാബികൾ പഠിപ്പിക്കാത്ത കാണിച്ചു തരാത്ത രൂപത്തിൽ ഒരാൾ ഉഹുദിലെ മണ്ണ് കോരിക്കൊണ്ടുവന്നാലും, അതല്ലെങ്കിൽ മസ്ജിദ് നബവിയുടെ പരിസരത്തിൽ നിന്നും എവിടെയെങ്കിലും ഒക്കെ മണ്ണ് കോരിക്കൊണ്ടുവന്നാലും സഹോദരങ്ങളെ, ഇത് വിലക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ അവിടെയുള്ള വെള്ളത്തിന്, മദീനയിലെ കിണറിലെ വെള്ളത്തിന് പ്രത്യേക പ്രതിഫലമുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാലോ, മദീനയിൽ നിന്നുള്ള ഒരു വെള്ളം കിട്ടുകയാണ്, അത് ഏറ്റവും മസ്ജിദ് നബവിയുടെ അകത്ത് തന്നെ കിട്ടുന്നു വിചാരിക്കുക. സഹോദരങ്ങളെ, സംസമിനെ കുറിച്ചല്ല ഈ പറയുന്നത്. അതല്ലാത്ത വെള്ളത്തിന് ഒരാൾ വിചാരിക്കുകയാണ് അവിടെ പ്രതിഫലമുണ്ട്, അല്ലെ, മദീനയിൽ നിന്നും വാങ്ങുന്ന വസ്തുക്കൾക്കൊക്കെ പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ ബറക്കത്തുണ്ട് എന്നൊരാൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, ഇതൊന്നും ദീനിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമല്ല. അതേപോലെ ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാരെയോ അതല്ലെങ്കിൽ അവർ പണ്ഡിതന്മാരെന്ന് കരുതുന്നവരെയോ കണ്ടാൽ അവരെ കൈപിടിച്ചു മുത്തുക, അല്ലെങ്കിൽ സാദാത്തുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്ന, തങ്ങന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകളെ അവരെ കൈപിടിച്ചു മുത്തുക, അവിടെ അവരുടെ നിലക്ക് അടുത്തേക്ക് പോയി കുട്ടികളോ മറ്റോ ഒക്കെ ജനിച്ചാൽ അവരൊരു അനുഗ്രഹം വാങ്ങുന്നത് പോലെ അവരുടെ അടുക്കിലേക്ക് ചെന്നെത്തുക. നമ്മുടെ നാട്ടിൽ നിന്നും പല ആളുകൾ പാണക്കാടും മറ്റുമൊക്കെ പോകുന്നത് പോലെ ഈ ആളുകളുടെ അടുക്കലേക്ക് പോയാൽ പ്രത്യേകമായ എന്തെങ്കിലുമൊക്കെ പുണ്യം കിട്ടും. അല്ലെങ്കിൽ ഈ തങ്ങന്മാരുടെ അടുക്കലേക്ക് പോയാൽ പ്രത്യേകമായ അവരുടെ സ്പർശനം, അവരെ കൊണ്ടൊന്ന് ഷോപ്പ് ഉദ്ഘാടനം ചെയ്യിച്ചാൽ, അവരെ ഒന്ന് കടയിലേക്ക് കയറ്റിയിറക്കിയാൽ അവിടെ പ്രതിഫലം ലഭിക്കും. അവരുടെ കൈയൊന്ന് പിടിച്ചു മുത്തിയാൽ അതൊക്കെ കൊണ്ട് വലിയ ഉപകാരം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകൾ, മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഹികമുൽ ജദീറതു ബിൽ ഇദാഅ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ്തു ബിസ്സൈഫി ബൈന യദൈ സാഅ എന്നൊരു ഗ്രന്ഥത്തിൽ ഒരു ഹദീസിനെ അദ്ദേഹം അതിലുണ്ടാക്കിയിരിക്കുന്ന സംശയങ്ങളെ കുറിച്ചൊക്കെ മറുപടി പറയുന്ന ഒരു കിതാബാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, വകദാലിക തബറുകു ബിൽ ആസാർ, ആസാറുകൾ കൊണ്ട് തബറുക്ക് എടുക്കുന്ന വിഷയം ഫൈനമാ കാന യഫ്അലുഹു സ്വഹാബത്തു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബികൾ അത് ചെയ്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി വെച്ച കാര്യങ്ങളിൽ പ്രത്യേക പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുക എന്നുള്ളത് സ്വഹാബികൾ ചെയ്തിരുന്ന കാര്യമാണ്, സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നൽകിയിട്ടുള്ള മുടി, അതിൽ വെള്ളം മറ്റുമൊക്കെയായി സ്വഹാബികൾ കുടിച്ചിരുന്നു, അത് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപ്പുകൾ സ്വഹാബി വനിതകളിൽ ചിലർ, അവിടുത്തെ ഏറ്റവും അടുത്ത ആളുകൾ, നമ്മുടെ ഉമ്മമാർ അത് എടുത്തു വെച്ചിരുന്നു, അതിൽ ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത വെള്ളത്തിന്റെ ബാക്കി അത് സ്വഹാബികൾ അതിന് തിക്കും തിരക്കുമായിരുന്നു, സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീരിന് പോലും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് സഹോദരങ്ങളെ, അതിനൊക്കെ ബറക്കത്തുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഫഇന്നമാ കാന യഫ്അലുഹു സ്വഹാബ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഈ ബറക്കത്ത് എടുക്കുക എന്നുള്ളത് സ്വഹാബത്ത് ചെയ്തിരുന്നു. വലം യകൂനു യഫ്അലൂന മഅ ബഅദിഹി ബിബഅദ്, എന്നാൽ സ്വഹാബികൾ പരസ്പരം അങ്ങനെ ചെയ്തിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും അഫ്ളലായ മനുഷ്യൻ അബൂബക്കർ സിദ്ദീഖ് ആണ്, ഉമ്മത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അബൂബക്കർ സിദ്ദീഖിന്റെ കൈ പിടിക്കുക, അബൂബക്കർ സിദ്ദീഖിന് എന്തെങ്കിലും ഒക്കെ ബറക്കത്ത് പ്രതീക്ഷിക്കുക, സ്വഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. ഉമറിന്റെ അടുക്കലേക്ക് ഉസ്മാന്റെ അടുക്കലേക്ക് അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അല്ലെങ്കിൽ ബദരീങ്ങളുടെ അടുക്കലേക്ക് മറ്റു സ്വഹാബികളോ ഇല്ല. അദ്ദേഹം പറയുന്നു, എത്രത്തോളം താബിഈങ്ങൾ സ്വഹാബികളുടെ അടുക്കലേക്ക് പോലും ഇങ്ങനെ ബറക്കത്ത് എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അവർക്കൊക്കെ ഇത്ര വലിയ സ്ഥാനമുണ്ടായിട്ട് പോലും, സഹാബികൾക്ക് വലിയ സ്ഥാനമുണ്ടായിട്ട് പോലും അവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലാണ് എന്ന് സന്തോഷ വാർത്ത അറിയിച്ച
ആളുകളുണ്ട്. എന്നിട്ട് പോലും അവരുടെ ഒരാളുടെ അടുക്കലേക്കും ബറക്കത്ത് തീർക്കുന്നതിന് വേണ്ടി താബിഈങ്ങൾ വന്നിട്ടില്ല, സ്വഹാബികൾ പരസ്പരം ചെയ്തിട്ടില്ല. ഫദല്ല അലാ അന്ന ഹാദാ ലാ യഫ്അലു ഇല്ലാ മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതെല്ലാം അറിയിച്ചു തരുന്നത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമേ തബറുക്കിന്റെ കാര്യം ചെയ്യാൻ സാധിക്കുള്ളൂ. മിസ്ല തബറുക് ബിവുളൂഇഹി വഫദ്ലാതിഹി വശഅരിഹി വശുർബി ഫദ്ലി ശറാബിഹി വതആമിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുളൂഇന്റെ വെള്ളവും അതേപോലെ അവിടുന്ന് ബാക്കി വെച്ചിട്ടുള്ള മുടിയും അതേപോലെ തന്നെ അവിടുന്ന് കുടിച്ചിട്ടുള്ള വെള്ളവും ഭക്ഷണവും ഇതിലെല്ലാം ബറക്കത്തുണ്ട് എന്ന കാര്യം മാത്രമാണ് സ്ഥിരപ്പെട്ടിട്ടുള്ളത്. അതല്ലാത്തത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് സഹോദരങ്ങളെ മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ല പറയുന്നതാണ്. സഹോദരങ്ങളെ, മുൻഗാമികളിൽ നിന്ന് ഉദ്ധരിക്കുന്നത് ചില ആളുകളോടെങ്കിലും ഒക്കെ ഇത്തരം ബറക്കത്തുള്ള കാര്യങ്ങൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വഹാബികളല്ലേ, ഇത് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ല കൊണ്ടുവന്ന തത്വങ്ങളല്ലേ, ഞങ്ങളൊക്കെ കാരണവന്മാരായി പണ്ടുപൊട്ടെ ഇങ്ങനെ തങ്ങന്മാരുടെ അടുക്കലേക്കും ഈ പറയുന്ന ആളുകളുടെ അടുക്കലേക്ക് പോയി ഇങ്ങനെ ബറക്കത്തുകൾ സ്വീകരിച്ചിരുന്നു, അവരെ തൊട്ടുമുത്തിയും അവരെ കണ്ടും അവരെ പിടിച്ചുമുത്തിയും ഒക്കെ ബറക്കത്തുകൾ സ്വീകരിച്ചിരുന്നു എന്ന ആളുകൾ പറയുന്നത്, സഹോദരങ്ങളെ, അവർ പറയാറുള്ളത് ഇത് നിങ്ങൾ വഹാബികൾ ഉണ്ടാക്കിയതാണ്. അല്ല സഹോദരങ്ങളെ, നിങ്ങളൊക്കെ അംഗീകരിക്കുന്നത് നിങ്ങളുടെ ഇമാമുമാരിൽപ്പെട്ട ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലയുടെ കിതാബിൽ നിന്നാണ് വായിച്ചത്. ഒരിക്കൽ അദ്ദേഹം തന്നെ ഈ കിതാബിൽ പറയുന്നു, ഒരിക്കൽ ഒരു വ്യക്തി ഇമാം അഹ്മദ് റഹിമഹുല്ലയുടെ അടുക്കലേക്ക് എത്തി. ഫമസഹ യദഹു വസിയാബഹു വമസഹ ബിഹിമാ വജ്ഹ. ഇമാം അഹ്മദിന്റെ വസ്ത്രവും ഇമാം അഹ്മദിന്റെ കൈയൊക്കെ ഇയാൾ സ്പർശിക്കുകയും എന്നിട്ട് അതുകൊണ്ട് തന്റെ മുഖത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു, അതിങ്ങനെ തുടക്കുകയും ചെയ്തു. ഫഗളിബൽ ഇമാം അഹ്മദ്. ഇമാം അഹ്മദ് വളരെ കോപിതനായി. എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം പറയാണ്, വഅൻകറ ദാലിക അശദ്ദൽ ഇൻകാർ. കടുത്ത ഭാഷയിൽ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തെ എതിർക്കുകയുണ്ടായി. എന്നിട്ട് ചോദിച്ചു, അമ്മൻ അഖദ്തും ഹാദല്ലാം, ഇത് എവിടുന്ന് പഠിച്ചിട്ടാണ് നീ വന്നിരിക്കുന്നത്? എവിടുന്നാണ് നിനക്ക് ഈ സംസ്കാരം കിട്ടിയിട്ടുള്ളത്? ജൂത നസ്രാണികളല്ലാതെ അവരുടെ പുരോഹിതന്മാരെ ഈ നിലക്ക് താലീം ചെയ്തുകൊണ്ട് ആദരിക്കുക എന്ന് പറയുന്നത് സഹോദരങ്ങളില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് മഹാന്മാരെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ കൈ പിടിച്ചു മുത്തുക, അവിടെ വസ്ത്രം പിടിച്ചു മുത്തുക, അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ബറക്കത്തെടുക്കുക എന്നുള്ളതല്ല സഹോദരങ്ങളെ. എത്രത്തോളം ഹജറുൽ അസ്വദിന് ബറക്കത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ചുംബിച്ചിരുന്നു. ഒരാൾ ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന സമയത്ത് അവന് ലഭിക്കാവുന്ന ബറക്കത്ത് ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുക എന്നുള്ള കാര്യം കൊണ്ട് ബറക്കത്ത് ലഭിക്കുന്നതാണ്. സുന്നത്തുകൾ ഏതും പിൻപറ്റുന്ന ആളുകൾക്ക് ബറക്കത്തുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ എത്ര കണ്ട് സുന്നത്തുകൾ വർദ്ധിക്കുന്നു അത്രയും ബറക്കത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന ആ ഒരു ചുംബിക്കുക എന്ന് പറയുന്ന ലോകത്ത് ഒരാൾക്ക് മാത്രമേ ആ സമയത്ത് അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യമാണല്ലോ അത്. അതൊരാൾ ചെയ്യുമ്പോൾ അതിന്റെ സുന്നത്ത് ഒരാൾക്കുണ്ട്. അതേപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ അത് കാരണമാകും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ ആ കല്ല് നിനക്ക് വേണ്ടി സാക്ഷി പറയും. ഇതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സഹോദരങ്ങളെ ആ കല്ലിന് സ്വന്തമായി ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത രൂപത്തിൽ ആ ഹജറുൽ അസ്വദിനെയോ അതല്ലെങ്കിൽ സാധിക്കുന്ന രൂപത്തിൽ കാബയുടെ കില്ലയോ കാബയുടെ ഭാഗങ്ങളെയോ അതല്ലെങ്കിൽ ചില ആളുകൾ മഖാം ഇബ്രാഹിമിന്റെ അടുക്കലൊക്കെ പോയി തങ്ങളുടെ കയ്യിലുള്ള മുസല്ല അത് എടുത്തുരയ്ക്കുക, അതല്ലെങ്കിൽ തങ്ങളുടെ കൈയും ദേഹവും ഒക്കെ ഉരയ്ക്കുക, ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ അതിലേക്ക് സ്പർശിപ്പിക്കുക. സഹോദരങ്ങളെ, ഇങ്ങനെ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഉപദ്രവങ്ങൾ ഒരാൾക്ക് പ്രതീക്ഷിക്കാവുന്നതല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഹജറുൽ അസ്വദിനെ ചുംബിച്ചതിന് ശേഷം കൂടെയുള്ള ആളുകളെല്ലാം കേൾക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജറുൽ അസ്വദ്, നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം. ലാ തദുറു വലാ തൻഫ, നിനക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ സാധിക്കുകയില്ല. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കല്ലിനെ ചുംബിക്കുന്നത് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. അഥവാ ഞാൻ ഈ ചുംബിച്ചിരിക്കുന്നത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക, അങ്ങനെ ആ സുന്നത്ത് ലഭിക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതല്ലാതെ കല്ലിന് ഒരു ഉപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. എന്നാൽ സഹോദരങ്ങളെ, പല ആളുകളുടെയും വിശ്വാസം എന്താണ്? എന്തെങ്കിലുമൊക്കെ രൂപത്തിലുള്ള കല്ലുകൾ അത് മോതിരത്തിൽ കെട്ടുക, ഇന്ന സ്ഥലത്ത് നിന്ന് കല്ല് കൊണ്ടുവന്ന് മോതിരത്തിൽ കെട്ടുക, എന്നിട്ട് ആ മോതിരം ധരിച്ചാൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. ആ മോതിരം ധരിച്ചാൽ എനിക്ക് ഷർറുകളൊന്നും ഏൽക്കുകയില്ല, കണ്ണേറേൽക്കുകയില്ല, അസൂയ ഏൽക്കുകയില്ല, ഇങ്ങനെ വിശ്വസിക്കുക. വളയങ്ങൾ ധരിക്കുക, അതിൽ സഹോദരങ്ങളെ ഈ രൂപത്തിൽ ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളത് ആളുകളിൽ വ്യാപകമായിരിക്കുന്നു. ഇത് നൽകുവാനായി, ആളുകളെ ചൂഷണം ചെയ്യാനായി വലിയ തോതിൽ അത് വിൽപ്പന നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതൊന്നും ബറക്കത്തിന്റെ രൂപമല്ല. മറിച്ച് ബറക്കത്തിന്റെ രൂപം നാം പറഞ്ഞതുപോലെ അല്ലാഹുവോ റസൂലോ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, ഇന്ന കാര്യത്തിന് ബറക്കത്തുണ്ട് എന്ന് പറഞ്ഞാൽ അത് ബറക്കത്തുള്ളതായി മനസ്സിലാക്കുക. മസ്ജിദുൽ ഹറമിലുള്ള ബറക്കത്ത്, അവിടെ നീ ധാരാളമായി നിസ്കരിക്കുക, ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക, ഇതിനെല്ലാം ഇരട്ടി പ്രതിഫലമുണ്ട്. നിസ്കാരത്തിന് 1,00,000 പ്രതിഫലമുണ്ട്. അതല്ലാതെ ഈ അടുത്ത കാലത്ത് അവിടെ സ്ഥാപിച്ചിട്ടുള്ള അവിടുത്തെ മരങ്ങളെയോ അല്ലെങ്കിൽ അവിടുത്തെ വാതിലിന്റെ മരത്തെയോ അതല്ലെങ്കിൽ അവിടെ വർഷാവർഷം മാറ്റുന്ന കില്ലയെയോ ഇതെല്ലാം തൊട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ബറക്കത്തുണ്ടെന്ന് പ്രതീക്ഷിക്കുക സഹോദരങ്ങൾ പാടില്ലാത്ത കാര്യമാണ്.
അതുകൊണ്ട് നിനക്ക് കുറ്റമാണ് ലഭിക്കുക, അതുകൊണ്ട് പാപമാണ് നിനക്ക് ലഭിക്കുക, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ നിനക്ക് നീങ്ങി കിട്ടുകയില്ല എന്ന കാര്യം സഹോദരങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുക. രണ്ടാമത്, എങ്ങനെയാണ് ബറക്കത്ത് സ്ഥിരപ്പെട്ട കാര്യം, അത് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് മുസ്ലിം ഉമ്മത്തിന് നൽകുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സഹോദരങ്ങളെ, ചില കാര്യങ്ങളിലൂടെ നമുക്ക് ജീവിതത്തിന് ബറക്കത്ത് ലഭിക്കുമെങ്കിൽ നമ്മുടെ ബറക്കത്തിനെ, ജീവിതത്തിലുള്ള റിസ്കിലും മറ്റുമൊക്കെയുള്ള ബറക്കത്തിനെ കെടുത്തിക്കളയുന്ന കാര്യങ്ങളുമുണ്ട്. പണ്ഡിതന്മാർ അതിൽ ചിലത് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾ നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നിഷിദ്ധമായ കാര്യങ്ങളിൽ ഒരാൾ പ്രവർത്തിക്കുന്നുവോ, അതല്ലെങ്കിൽ അടിസ്ഥാനപരമായി അനുവദിക്കപ്പെട്ട കാര്യം അതിലൊരാൾ ദുർവ്യയം നടത്തുകയോ ഇസ്രാഫ് നടത്തുകയോ ചെയ്താൽ അവൻ്റെ സമ്പത്തിലും ജീവിതത്തിലുമൊക്കെ ബറക്കത്തില്ലാതായി തീരുമെന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നേർക്കാഴ്ചയായിട്ടുള്ള കാര്യമാണത്. ഹറാമുകളിലേക്ക് പ്രവേശിച്ചവൻ, അതല്ലെങ്കിൽ ഹലാലായ സമ്പത്ത് ദുർവ്യയം ചെയ്യുന്ന, ഇസ്രാഫ് ചെയ്യുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ സാമ്പത്തികമായ മാന്ദ്യങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബറക്കത്ത് ഉണ്ടാകാനുള്ള കാരണം. അത് നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിലാണെങ്കിൽ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കുക. ഹറാമായ എന്തെല്ലാം സമ്പാദ്യമുണ്ടോ അതിൽ നിന്ന് ഒരാൾ വിട്ടുനിന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പകരമായി എനിക്ക് ഹലാലിൽ ബറക്കത്ത് തരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ മാറി നിന്നാൽ തീർച്ചയായും അവൻ ലഭിക്കുന്നതാണ്. എന്നാൽ ഈ യഖീനില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പല ഹറാമിലൂടെ സമ്പത്തിന്റെ വർധനവിനെ ആഗ്രഹിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ വിപരീത ഫലമാണ് ഉണ്ടാവുക. അവന്റെ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാതാക്കി കളയുന്നതാണ്, ബറക്കത്തില്ലാതാക്കി കളയുന്നതാണ്. അവൻ ഒരുപാട് ആഗ്രഹിച്ച് ഒരുപാട് കെട്ടിയുണ്ടാക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് ചോർന്നൊലിക്കുന്ന പാത്രം പോലെയായിരിക്കും. ചെലവുകൾ ഒന്നിനു പുറമെ ഒന്ന് വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ബറക്കത്ത് നഷ്ടപ്പെടാതിരിക്കാൻ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ്. വൈവാഹിക ബന്ധത്തിൽ ബറക്കത്ത് ലഭിക്കണമെങ്കിൽ ഹറാമുകളിൽ നിന്ന് ഒരാൾ വിട്ടുനിൽക്കുക. ഏതേത് കാര്യങ്ങളിൽ ഒരാൾക്ക് ബറക്കത്ത് ലഭിക്കണമോ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ, ആ നാട്ടിലുള്ള ആളുകൾ യഥാവിധി വിശ്വസിക്കുകയും അവർ തഖ്വ കാണിക്കുകയും ചെയ്താൽ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുകൾ അവർക്ക് കോരിച്ചൊരിയുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ളതാണ് ബറക്കത്തിൽ നിന്നും ബറക്കത്ത് ലഭിക്കാനും നമുക്ക് റിസ്കിൽ നിന്നും ബറക്കത്തില്ലാതായി പോകുന്നതിന് രക്ഷയുമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. പിന്നീട് പണ്ഡിതന്മാർ പറഞ്ഞ മറ്റൊരു കാര്യം കുടുംബ ബന്ധം അത് പുലർത്തുക എന്നുള്ളതാണ്. കുടുംബ ബന്ധം മുറിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിനെ ബറക്കത്തില്ലാതാക്കി തീർക്കുന്നതാണ്. കുടുംബ ബന്ധത്തെ മുറിക്കുന്നവന് ജീവിതത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചാണ് പറഞ്ഞത്, ആർക്കാണോ തന്റെ ആയുസ്സിൽ അതിൽ വർധനവ്, ആയുസ്സിൽ അത് നീളമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അതേപോലെ തന്നെ സമ്പത്തിൽ വർധനവ് വേണം, ബറക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർ കുടുംബബന്ധം പുലർത്തട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കുടുംബബന്ധത്തിന്റെ കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളതാണ്. സമ്പത്തിന് ബറക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. കാരണം ഓരോ ദിവസവും നേരം പുലരുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മലക്കുകളെ പറഞ്ഞയക്കുകയാണ്. ഒന്നാമത്തെ മലക്ക് പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾക്ക് നീ പകരം നൽകണമേ എന്ന് ഒരു മലക്ക് പ്രാർത്ഥിക്കുകയാണ്. നീ നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവിന് കൊടുക്കുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ചെലവഴിക്കൽ തന്നെയാണ്, അത് സ്വതക്കയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ് വഅതി മുംസികൻ തലഫ, അല്ലാഹുവേ നീ ഇതാ പിടിച്ചു വെക്കുന്ന ആളുകൾക്ക് നാശം നൽകണമേ, ഇല്ലാതാക്കി കളയണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിന് പിശുക്ക് കാണിക്കാതെ ഒരാൾ ചെലവഴിച്ചു കഴിഞ്ഞാൽ അവന്റെ സമ്പത്തിൽ അത് ബറക്കത്തുണ്ടാകും എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതേപോലെ പണ്ഡിതന്മാർ പറഞ്ഞു ഇസ്തിനാബുൽ കസൽ, മടി ഒഴിവാക്കുക. മടി എന്ന് പറയുന്ന സഹോദരങ്ങളെ നമ്മുടെ സമ്പത്തിലും ആരോഗ്യത്തിലുമൊക്കെ ബറക്കത്തിനെ കെടുത്തിക്കളയുന്ന കാര്യമാണ്. മടിയില്ലാതെ പ്രയത്നിക്കുക. നിനക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ നീ പ്രയത്നിക്കുക. അത് ദുനിയാവിന്റെ കാര്യമാണെങ്കിലും ശരി, ദീനിന്റെ കാര്യമാണെങ്കിലും ശരി. മടി പിടിച്ചിരിക്കുക, ഒന്നിനും പോകാതിരിക്കുക, ആ രൂപത്തിൽ അലസനായിരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിന് പാടില്ലാത്ത കാര്യമാണ്. മുസ്ലിം എപ്പോഴും ഉന്മേഷമുള്ളവനായിരിക്കണം. അവന്റെ ദീനിന്റെ കാര്യത്തിലാകട്ടെ ദുനിയാവിന്റെ കാര്യത്തിലാകട്ടെ അവൻ ഉന്മേഷമുള്ളവനായിരിക്കണം. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ചില ആളുകളെ അവർ വലിയ മുസീബത്തുള്ള ആളുകളാണ്, അവർ ദീനിനോ ദുനിയാവിനോ ഉപകരിക്കുന്ന യാതൊരു കാര്യങ്ങളിലും അവർ എന്ത് ചെയ്യുകയില്ല, പരിശ്രമിക്കുകയില്ല, എപ്പോഴും മടിയിലാണ്. എന്നാൽ ദുനിയാവ് മാറിയിട്ട് ദീനിന് നന്നായി ഇബാദത്ത് ചെയ്യുമോ അതില്ല.
എന്നാൽ ദീന് മാറി ദുനിയാവിലേക്കോ ഒന്നുമില്ല, എല്ലാത്തിലും മടിയായി നിൽക്കുന്ന ആളുകൾ, സഹോദരങ്ങളെ, അവർക്ക് ബറക്കത്തില്ലാതായി തീരും. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വളരെ സത്യസന്ധതയോടുകൂടി കാരണങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതാണ്. റബ്ബിനെ തവക്കുൽ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തരുമെന്നുള്ള ഉറച്ച യഖീനുള്ള ആളുകൾക്ക് റിസ്കിൽ ബറക്കത്തുണ്ടാകുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൗ അന്നകും തവക്കലൂന കമാ ലൗ അന്നകും തതവക്കലൂന അലല്ലാഹി ഹഖ തവക്കുലിഹി, നിങ്ങൾ യഥാവിധി അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ബരമേൽപ്പിച്ചാൽ ലറസഖകും കമാ യർസുഖു ത്വയ്ർ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറവകൾക്ക് റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്ക് നൽകുന്നതാണ്. തഗ്ദു ഖിമാസ വതറൂഹു ബിതാന, അത് രാവിലെ വയറൊട്ടിയ നിലയിലാണ് പക്ഷികൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. എന്നാൽ തിരിച്ച് വൈകുന്നേരമാകുമ്പോൾ കൂടണയുന്നത് അത് നിറഞ്ഞ വയറുമായിട്ടാണ്. അത് സബബുകൾ ചെയ്യുന്നുണ്ട്. അത് രാവിലെ വീട്ടിൽ കൂടിനങ്ങാതിരിക്കുന്നില്ല, സബബുകൾ ചെയ്യുന്നുണ്ട്. ആ കിളി പുറത്തേക്ക് വരുന്നുണ്ട്, അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അതിന് തവക്കുലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭക്ഷണം നൽകുമെന്നുള്ള പ്രതീക്ഷ അതിനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിൽ നിരാശരായിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല തവക്കുൽ ഒരാൾക്കുണ്ടെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാര്യങ്ങൾ ചെയ്തു തരും എന്ന വിശ്വാസമുണ്ടെങ്കിൽ, അത് റിസ്കിൽ അത് വിശാലത ഉണ്ടാകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ അല്ലാഹു തവക്കുലില്ലാതെ കാരണങ്ങളിൽ മാത്രം ഖൽബിനെ ബന്ധിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ടെൻഷനുകളും വ്യാധികളും അവരുടെ റിസ്കിൽ കുടുസതയുണ്ടാകാനുള്ള കാരണവും സഹോദരങ്ങൾ ഉണ്ടായേക്കും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാവിധി അവന്റെ ദീൻ മനസ്സിലാക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചു തരികയും അത് നമ്മുടെ കർമ്മങ്ങളിലേക്ക് കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم أصلح أحوال المسلمين في كل مكان. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم وصلى الله على نبينا محمد وعلى آله وصحبه وسلم.